ഈ സ്നേഹച്ചൂടിൽ അവസാന ഭാഗം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. എടാ, നിനക്ക് അവളെ അങ്ങ് കെട്ടിക്കൂടെ? ഒരു ദിവസം കുരുവിള ജിതിനോട് ചോദിച്ചു. അയാളുടെ കാറിന്റെ പഞ്ചറായ ടയർ മാറ്റുകയെന്ന് ജിതിൻ തലയുയർത്തി നോക്കി. തുളസിയെ വേറെ ആരെ? ദേ, സാറേന്ന് വിളിച്ച നാവുകൊണ്ട് മാറ്റി വിളിപ്പിക്കരുത്. അവൻ വീൽ സ്പാനർ നിലത്തേക്കിട്ട് എഴുന്നേറ്റു. ചൂടാവില്ലടാ, ഞാൻ കാര്യം പറഞ്ഞ. ഇതാണോ കാര്യം? അതെന്താടാ, ഒരിക്കൽ കല്യാണം കഴിഞ്ഞുകൊണ്ടാണോ? എടാ, കഴുത്തിലൊരു താരി കെട്ടിയെന്നേ ഉള്ളൂ. സതീഷ് ഒരിക്കലും അവളെ ഭാര്യയെ കണ്ടിട്ടില്ല. അവൾ എൻ്റെ മകളെ പോലെയാണെന്ന് നിനക്കറിയാലോ. ഇങ്ങനെ നല്ല പ്രായം പോകുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. അതാ നിന്നോട് ചോദിച്ചത്. കഷ്ടം തന്നെ. ജിതൻ കൈകൂപ്പി തൊഴുതു. എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണ് സാറ് ധരിച്ചു വെച്ചിരിക്കുന്നത്. തുളസി അയാൾ ഭാര്യയായിട്ട് കണ്ടാലും ഇനി ദേവുവിനെ അവൾ പ്രസവിച്ചതായാലും എനിക്കൊന്നുമില്ല. കന്യകയെ തന്നെ ഭാര്യയായി വേണം ചിന്തിക്കുന്ന കാലത്ത് ജനിച്ചുകൊണ്ടാ സാറ് ഇതൊക്കെ പറയുന്നു. പിന്നെ എന്താണ് അതിൻ്റെ പ്രശ്നം? എനിക്ക് ഈ പ്രണയം, കല്യാണം, കുടുംബം ഇതൊന്നും താല്പര്യമില്ല സാറേ. സാറിന് സ്വന്തം മോളെ പോലെയാണ് തുളസി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അവളെയും ദേവിനെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന അത്യാവശ്യം സൗന്ദര്യം, സാമ്പത്തികമുള്ള ആരെങ്കിലും കണ്ടെത്തി കെട്ടിക്ക്. അവന് വേണ്ടിയിരുന്ന് ടയർ മാറ്റി തുടങ്ങി. അല്ലെങ്കിൽ തന്നെ കല്യാണം കോപ്പിക്ക് എന്തിനാ? ആദ്യം അവളെ പറഞ്ഞ് സമ്മതിച്ചതിൽ ഹോസ്പിറ്റലിൽ ജോലിക്കയറ്റ്. പെണ്ണുങ്ങൾക്ക് ഭർത്താവിനേക്കാൾ അത്യാവശ്യം സ്വന്തം വരുമാന മാർഗ്ഗ. ഇന്നും എൻ്റെ ഔദാര്യത്തിൽ കഴിയുന്ന സങ്കടം അവൾക്കുണ്ട്. മോൾക്ക് വയ്യാത്തതുകൊണ്ട് മാത്രം അവളെങ്കിലും ജോലിക്ക് പോകാത്തത്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിച്ചാൽ മതി. എന്തെങ്കിലും തനിക്ക് കയറുന്ന ഒരുത്തനെ കണ്ടുകൂട്ടിയാ അവൾ തന്നെ തീരുമാനം എടുക്കട്ടെ. അല്ലാതെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്ന വിവരക്കേടുകൊണ്ട് നടക്കല്ലേ പ്ലീസ്. ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതവും. കുരുവിള പിറവിക്കുന്ന ജിതിൻ കേട്ടു. അയ്യേ, ഒരു ഡോക്ടർ പറയുന്ന വാക്കുകളാണിത്. സാറ് കോപ്പി അടിച്ചാണ് ജയിച്ചേ. മിണ്ടാ, ടയർ മാറ്റടാ. നിന്നോടൊക്കെ ഇത് സംസാരിച്ച് എന്നെ തല്ലണം. ജിതിൻ ചിരി കടിച്ചമർത്തിക്കൊണ്ട് ടയർ മാറ്റി. അതിനുശേഷം കൈ കഴുകി ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. സാറിന് എന്നെ അവളെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് അത് പറഞ്ഞെന്ന് എനിക്കറിയാം. പക്ഷെ വേണ്ട സാറേ, ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ച ആ കുട്ടിക്ക് ഇനിയെങ്കിലും നല്ലൊരു ലൈഫ് വേണം. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനമൊക്കെയാണ്. അതിനൊന്നും വേറൊരു അർത്ഥവുമില്ല. ഞാനിപ്പോൾ യാതൊന്നും ആഗ്രഹിക്കാറുമില്ല. ഇത് തന്നെയാണ് അവളും പറയുന്നത്. സാറ് തുളസിയോട് സംസാരിച്ചോ? ജിതിൻ വാവിളിച്ചു. ഓവ്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. താനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുക്കണം. ഇതൊക്കെയാ അവള് പറഞ്ഞേ. സാറ് എന്തൊരു മനുഷ്യനാ. ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവൻ ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് എന്താടാ, രണ്ടാളുടെയും ഉള്ളിരിപ്പ് മനസ്സിലായല്ലോ. ഇനി നീ പറഞ്ഞ പോലെ അവൾക്കൊരു ജോലി നേടിക്കൊടുക്കാൻ ശ്രമിക്കാം. പക്ഷെ നിനക്ക് അവളെ ഇഷ്ടമല്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇഷ്ടമാണെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞ്. അതൊരിക്കലും പ്രണയമല്ല, വെറൊരു ഇഷ്ടത്തേക്കാൾ അപ്പുറമാണത്. ഈ കുറഞ്ഞ കാലയളവിൽ നിനക്കുണ്ടായ മാറ്റത്തിന് കാരണം അവൾ കൂടിയാ. കിട്ടുന്ന പൈസ മൊത്തം അവൾക്ക് വേണ്ടി മാത്രം ചെലവാക്കുന്ന വെറും ഇഷ്ടമാണോ? ഹോസ്പിറ്റലിൽ മോളെയും കൊണ്ടുവന്ന് ഡോക്ടറെ കണ്ടിറങ്ങി വരെയുള്ള നിന്റെ മുഖഭാവം ഞാൻ എന്നും ശ്രദ്ധിക്കാറുണ്ട്. അതിനുശേഷം മരുന്ന് വാങ്ങാനുള്ള ഓട്ടം എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തുളസി കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. എന്തിന്? അവൾ ധരിക്കുന്ന ഡ്രസ്സുകൾ വാങ്ങുന്നതിൽ പോലും നീ കാണിക്കുന്ന സൂക്ഷ്മത, ഇതൊക്കെ വെറും ഇഷ്ടം മാത്രമാണോടാ? അത് ജിതിൻ പതറി. കുറച്ച് നാളായി ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നു. നിനക്ക് മാത്രമല്ലടാ, അവൾ ഇങ്ങനെയൊക്കെ തന്നെയാ, തിരി മാറി. അതുകൊണ്ടാ ഞാനൊരു ശ്രമം നടത്തി നോക്കിയേ. ഇതിനൊന്നും എനിക്ക് ഉത്തരവില്ല സാർ. ദേവമോളുടെ കാര്യം മനസ്സറിയേ. അവൾക്കൊന്നും സംഭവിക്കരുത്. നമുക്ക് ഈ വിഷയം നൽകാനും വിടാം. അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ഇനി അങ്ങനെ തുളസി അഭിമുഖീകരിക്കുന്നതായിരുന്നു അവൻ്റെ ചിന്ത. അവളോട് തനിക്ക് പ്രത്യേകിച്ച് മറ്റൊരു തരത്തിലുള്ള ഇഷ്ടവും തോന്നിയിട്ടില്ലെന്ന് സത്യമാണ്. ആകസ്മികമായി ജീവിതത്തിലേക്ക് കടന്ന ആ മേമോളെയും സ്വന്തമെന്ന് കരുതി ഇഷ്ടപ്പെട്ടു, അത്രമാത്രം. അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കരുത്. നാളെ അവർ വിട്ടുപോകാനുള്ളതാണ് അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. വീടിനടുത്തെത്തിയപ്പോഴാണ് റോഡരികിൽ നിർത്തിയ കാർ ജിതിൻ കണ്ട്. രണ്ടുപേർ അതിൽ ചാരി നിൽപ്പുണ്ട്. അവൻ വേഗം ബൈക്ക് മുറ്റത്തേക്ക് കയറ്റി. അവിടെ ചവിട്ടുപടിയിൽ കാല് വെച്ച് ഒരാൾ സിഗരറ്റ് വലിക്കുന്നു. നീല ഷർട്ടും വെള്ളമുണ്ടുമാണ് വേഷം. 40-നടുത്ത് പ്രായമുണ്ടാവും. തുളസി ഉമ്മറത്ത് നിൽപ്പുണ്ട്. അവളുടെ പേടിച്ചരണ്ട മുഖം കണ്ടപ്പോൾ ജിതിന് കാര്യം മനസ്സിലായി. ഹെൽമെറ്റ് ഒരു ബൈക്കിൽ തൂക്കിയിട്ട ശേഷം അവൻ കവറെടുത്ത് അവൾക്ക് നൽകി. മോളയുടെ അകത്തുണ്ട്. അവളുടെ ശബ്ദം ഭയം കൊണ്ട് പതറിയിരുന്നു. നീ ഒരു ചായ എടുക്ക, അവൻ ആജ്ഞാപിച്ചു. തുളസി അനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. ഹലോ അനിയ, ഒരാള് വിരുന്ന് വന്നിട്ടും മൈൻഡില്ലാലോ. ജിതിൻ തിരിഞ്ഞു. പ്രമോദല്ലേ? ഞാൻ ഊഹിച്ചു. ആഹാ, വിചാരിച്ച പോലെ അല്ലല്ലോ. നിനക്കപ്പോ എല്ലാം അറിയാം. പിന്നില്ലാതെ. ജിതിൻ അയാളുടെ വായിൽ നിന്ന് സിഗരറ്റ് വലിച്ചെടുത്ത് നിലത്തിട്ട് ചവിട്ടിക്കിടത്തി. കേരളത്തിലെ വലിയൊരു ശതമാനം സ്ത്രീകളുടെ ജീവിതത്തിലും നിന്നെ പോലൊരു ക്ലീഷേ വില്ലനുണ്ടാവും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അവരൊക്കെ നേരിടാൻ അറിയാം. ഇവളത് പഠിച്ചിരുന്നെങ്കിൽ നീ മുറ്റത്ത് നിൽക്കില്ലായിരുന്നു. ഇവിടെ വന്ന് തെറ്റ്. അസുഖമുള്ള കുഞ്ഞുണ്ടെന്നറിഞ്ഞിട്ട് ഇവിടുന്ന് സിഗരറ്റ് വലിച്ചതും തെറ്റ്. വല്ലവന്റെയും കൊച്ചിനെയും ഭാര്യയും നീ എന്തിനാണാ ചുമക്കുന്നത്? തൊലി വെളുത്തൊരുത്തിയെ കൂടെ കിടത്തി സുഖിക്കുകയല്ലേ?
പ്രമോദ് പല്ലിയരിച്ചു. എന്റെ ഭാര്യ കൂടി അവകാശപ്പെട്ട സ്വത്തരാന്ന് ഒരിക്കലും ഇവള് വാക്ക് പറഞ്ഞ, പക്ഷെ പാലിക്കാതെ ഒളിച്ചോടി ആ പട്ടിക്കാട്ടിലേക്ക്. ചോദിക്കാൻ ചെന്ന എന്നെ അയൽക്കാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി. ഇവളെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ല. സ്വത്ത് അങ്ങനെ എഴുതി തരാൻ ഇവൾക്ക് പറ്റില്ലെന്ന്. അത്യാവശ്യം വിദ്യാഭ്യാസവും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയുള്ള നിനക്ക് അറിയില്ലേ പ്രമോദേ? നല്ലൊരു വക്കീലിനെ കണ്ടു നോക്ക്. ഒരവകാശി ദൈവമോളാ. അവൾക്ക് പ്രായപൂർത്തിയാവാതെ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് സ്വത്ത് മാത്രമല്ലല്ലോ വേണ്ടത്, ഇവളെയും അല്ലേ? പക്ഷെ നടക്കില്ല. നടത്താൻ എനിക്കറിയാടാ. പ്രമോദ് ചിരിച്ചു. കുഞ്ഞിവളുടെ അല്ലല്ലോ, അതോടെ ഞാൻ കൊണ്ടുപോകും. അതോടെ ഇവൾ എൻ്റെ പുറകെ വന്നോളൂ. അതിനി അധികം ആയുസില്ലല്ലോ. ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവളെ കൊണ്ടെല്ലാം എഴുതി വാങ്ങിക്കാൻ ഒരു പണിയുമില്ല. തടയാൻ ശ്രമിച്ച് തടി കേടാക്കണടാ ചക്ക. ഈ അടുത്ത വീടുകളിലൊന്നും ആളില്ല. ആകെയുള്ള കുറച്ച് പെണ്ണുങ്ങളാ. അവരെന്തായാലും ഇടപെടില്ല. കൂടിപ്പോയാൽ പോലീസിനെ വിളിക്കും. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജിതിന്റെ കണ്ണുകൾ കുറുകി. ഇവിടുന്ന് ഇവരെ കൊണ്ടുപോകാൻ നിന്റെ തന്ത വിചാരിച്ച പോലും നടക്കില്ല. എന്തു പറയടാ? പ്രമോദ് അലറിക്കൊണ്ട് കൈവീശി. ജിതിനകത്ത് തടഞ്ഞു. പിന്നെ വലത് കൈ ചുരുട്ടി ആഞ്ഞിടിച്ചു. അയാളുടെ മൂക്ക് ചതഞ്ഞു. പിന്നെ ഒരു ചവിട്ട്. പ്രമോദ് മുറ്റത്തേക്ക് വീണു. സിനിമാ കഥയിലെ ഹീറോയെ പോലെ തല്ലി ജയിക്കാനൊന്നും എനിക്ക് പറ്റില്ല പ്രമോദേ. എന്നാലും ഇത്തിരിയില്ലാത്ത കുഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവൻ പ്രമോദിനെ നെഞ്ചിൽ കയറിയുന്ന മുഖത്ത് പലതവണ ഇടിച്ചു. തുളസി ആരിത് നിലവിളിക്കുന്നുണ്ടായിരുന്നു. കാറിൽ ചാരിൽ കയറുന്ന രണ്ടുപേർ ഓടി വന്നു. ജിതിൻ എഴുന്നേറ്റ് ബൈക്കിൽ തൂക്കിയിട്ട് ഹെൽമെറ്റ് എടുത്ത് അതിലൊരാളുടെ തലയിൽ ശക്തിയായിട്ട് അടിച്ചു. മൽപ്പിടുത്തത്തിനിടെ അവനും കിട്ടി. പക്ഷേ വീറോട് അവൻ പോയി. പെട്ടെന്നൊരു മിനി ലോറി റോഡിൽ നിൽക്കുന്നു. അതിൽ നിന്നും നോർത്ത് ഇന്ത്യക്കാരൻ തോന്നിക്കുന്ന 4 ചെറുപ്പക്കാർ ചാടിയിറങ്ങുന്നു. സ്വപ്നത്തിലെന്ന പോലെ തുളസി കണ്ടു. വന്നയുടനെ അവരും പ്രമോദിനെയും കൂട്ടുകാരെ ആക്രമിച്ചു തുടങ്ങി. ചെറുത്ത് നിൽക്കാൻ കഴിയാതെ 3 പേരും വീണു. ക്യാവായി ഒരു ഇന്ത്യക്കാരൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. നീ ആള് കൊള്ളാലടാ മുകേഷേ, എല്ലാം കഴിഞ്ഞിട്ടാണോ ചോദിക്കുന്നേ? ജിതിൻ ചിരിച്ചു. പിന്നെ മുറ്റത്തെ പൈപ്പുറന്ന് മുഖം കഴുകി. ഫാമിലി മാറ്റർ ലേക്കിൻ തും ലോഗ് കറക്റ്റ് ടൈമേ ആയ. അവൻ മുറ്റത്തിന്റെ അരികിൽ നിന്നൊരു ഇന്റർലോക്ക് കട്ടെടുത്ത് പ്രമോദിന്റെ അരികിലെത്തി. ക്യാമിയോ റോളൊന്നല്ല, എന്റെ കൂടെ കോറിയിൽ ജോലി ചെയ്തിരുന്ന ഭായിമാരായത്. ഇവിടുന്ന് കഷ്ടി 100 മീറ്റർ അപ്പുറം കോട്ടേഴ്സ്. പണിയും കഴിഞ്ഞു പോകുന്ന വഴി ബഹളം കണ്ട് കയറിയതാ. അവൻ തിരിഞ്ഞ് തുളസിയെ നോക്കി. നീ അകത്തേക്ക് പോ. ചിതനേട്ടാ പ്ലീസ്. വേണ്ട. നിന്നോട് വേണ്ടി പോകാൻ പറഞ്ഞ്. അവന്റെ ശബ്ദമുയർന്നു. തുളസി പതി അകത്തേക്ക് കയറി. ജിതിൻ ഇന്റർലോക്ക് കൊണ്ട് പ്രമോദിന്റെ കൈപ്പത്തിയിൽ ആഞ്ഞടിച്ചു. അയാൾ നിലവിളിക്കും മുമ്പ് അവൻ വായ പൊത്തി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് അവസാനത്തേതല്ല. ഇനി തുളസിയുടെയോ മോളുടെയോ നിഴലിൽ പോലും നീ തൊടാൻ ശ്രമിക്കരുത്. ശ്രമിച്ച അവൻ പ്രമോദിന് നേരെ മുഖമടുപ്പിച്ചു. നിന്നെ ഞാൻ കൊല്ലും. ജീവിതം അടുത്തവനാ ഞാൻ. എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒറ്റ വെട്ടിലൊന്നും നിന്നെ കൊല്ലില്ല. സിനിമകളിലെ സൈക്കോ കില്ലർമാരെ പോലെ ഇഞ്ചിഞ്ചായി കൊല്ലും. എന്നിട്ട് അന്തസ്സായി പോയി ജയിലിൽ കിടക്കും. നിനക്കൊരു ഭാര്യയില്ലേ? അവളെ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ കാശ് കൊടുത്തു പോകണം. അല്ലാതെ രോഗിയായ കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെടുന്ന പെണ്ണിനെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അവളുടെ മനസ്സിൽ കാമ എന്ന വികാരമല്ല, മകളുടെ ജീവനെ എങ്ങനെ രക്ഷിക്കുമെന്ന ചിന്തയാ. അത് മനസ്സിലാക്കാൻ പെണ്ണായി ജനിക്കേണ്ട, നല്ല തന്തയ്ക്ക് നല്ലൊക്കെ ഉണ്ടായാൽ മതി. അവൻ ഇന്റർലോക്ക് ആഞ്ഞു വീശി. പ്രമോദിന്റെ കവിളിലാണത് പതിച്ചത്. അയാളുടെ മുഖം നിറയെ ചോരയായിരുന്നു. ഇനി പോലീസിൽ ചെന്ന് പരാതി പറയണോ? ചെല്. വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച തുളസിയും പരാതിപ്പെടും. പണ്ട് അവൾക്ക് അതിനുള്ള ധൈര്യവും സമയം ഇല്ലായിരുന്നു. ഇന്നതിന് കഴിയും. പത്രത്തിലും വാർത്ത വരും. നീ കൊടി പിടിക്കുന്ന പാർട്ടി പോലും കൈവിടും. കാരണം പെണ്ണ് കേസാ. അവര് പറയുമ്പോൾ ഹർത്താലിന് കടകളടപ്പിക്കാനും വാഹനങ്ങൾ തടയാനും എതിർ പാർട്ടിക്കാരെ തല്ലാനും പോകുന്ന വെറുമൊരു ചാവേറാ നീ. നിന്നെ സപ്പോർട്ട് ചെയ്ത് അവര് നാറാൻ മെനക്കെടില്ല. ഇനി എന്തെങ്കിലും ഇതുപോലെ ചൊറിയാൻ വന്ന പ്രമോദേ, മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയാണ് സത്യം. നിന്നെ ഞാൻ വീട്ടിൽ കയറി കൊല്ലും. അവന്റെ വാക്കുകൾ അത്ര കുറച്ചതായിരുന്നു. പിന്നെ ഇന്റർലോക്ക് കട്ട ഉയർത്തി അവനെ ഹിന്ദിക്കാർ പിടിച്ചു വലിച്ച് പുറകിലേക്ക് മാറ്റി. ബസ് ബൈ ചോർദേ, എടുത്തോണ്ട് പോളാ. പ്രമോദിന്റെ കൂട്ടുകാരൻ നോക്കി ജിതിൻ ആക്രോശിച്ചു. അവർ പണിപ്പെട്ട് പ്രമോദിനെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റി. അത് ദൂരേക്ക് മറഞ്ഞു. താങ്ക്സ് മുകേഷ്. ആപ് ടീക്ക് ഹൈ നാ ഭായ്? ഞാൻ ഓക്കെയാ. അगर रात को कुछ प्रॉब्लम है ना तो कॉल करेगा, हम लोग आएगा. വിളിക്കണം. ചായ വേണോ നിങ്ങൾക്ക്? അഭി നെയ് आप अंदर जाइए. लगता है दीदी डर गई. ആ അവള് പണ്ട് മുതൽ പേടിച്ചെന്നുണ്ടാ ഇവനൊക്കെ ഇപ്പോഴും പുറകീന്ന് മാറാത്ത. നിങ്ങൾ വിട്ടോ, ഞാൻ വിളിച്ചോളാം. ഹിന്ദിക്കാർക്കാരെ മിനി ലോറി പോയ ശേഷം അവൻ അകത്തേക്ക് കയറി. അവിടെ പേടിച്ചരണ്ട ദേവമോളെ ചേർത്ത് പിടിച്ച് തുളസി നിൽക്കുന്നുണ്ട്. അവൻ ഡോറടച്ചവും ദേവമോൾ കരഞ്ഞുകൊണ്ട് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. ജിതിൻ അവളെ എടുത്തുയർത്തി. എന്തുപറ്റി? മോള് പേടിച്ചോ? അവൾ തലയാട്ടി. ജിതിൻ അവളുടെ കണ്ണുനീര് തുടച്ചു. അങ്കിളുള്ളപ്പോൾ മോൾ ആരൊന്നും ചെയ്യില്ല, പേടിക്കണ്ട കേട്ടോ. ഇനി ഒരാളും ഇങ്ങോട്ട് വരില്ല. അവൻ കുഞ്ഞിനെ നിലത്ത് നിർത്തി. മോള് റൂം പോയി കളിച്ചോ, ഞാൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാം.
ദേവു അനുസരിച്ചു. അവൾ പോയടനെ തുളസി എഴുന്നേറ്റ് തോർത്തെടുത്ത് ജിതിന്റെ മുഖം തുടച്ചു. അവന്റെ ചുണ്ടുപൊട്ടിയിരുന്നു, അതുപോലെ കവിളിൽ വിരൽപ്പാടുകൾ. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഞാൻ കാരണം വീണ്ടും അല്ലേ ജിതിനേട്ടാ? തുടങ്ങിയല്ലോ തുളസി, നീ വെറുതെ മോങ്ങല്ലേ. നീ കാണുന്നല്ല, അടിപിടിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഞാനൊന്ന് സ്കൂളിൽ പോകുമ്പോൾ പോലും അടിയുണ്ടാക്കാത്തവനാ. ഇതൊക്കെ സ്വാഭാവികം. ആ ഭായിമാര് വന്നില്ലായിരുന്നെങ്കിൽ ഈശ്വര ഓർക്കാൻ കൂടി വയ്യ. അവര് വന്നില്ലെങ്കിലും പ്രമോദ് നിന്നെ മോളെ തൊടുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് ഞാൻ ചാവണം. ഇങ്ങനെ സ്നേഹിക്കാൻ ഞാനും മോളും ജിതിനേട്ടൻ്റെ ആരാ? അവനൊരു ചുവട് മുന്നോട്ട് കയറി നിന്നു. പിന്നെ അവളുടെ മുടിയിഴകൾ ഒതുക്കി വെച്ചു. അറിയില്ല, പക്ഷേ നിങ്ങൾ വന്നതിൽ പിന്നെയാ ഞാൻ ജീവിച്ചു തുടങ്ങിയത്. എപ്പോഴോ നഷ്ടപ്പെട്ട ചിരിക്കാനുള്ള കഴിവ് പോലും എനിക്ക് തിരിച്ചു കിട്ടിയത് നീയും മോളും കാരണമാണ്. അത് മാത്രമാണോ? ചോദ്യം മനസ്സിലായി. കുരുവിള ഡോക്ടർ നിന്നോട് പറഞ്ഞൊന്നും എൻ്റെ അറിവോടെയല്ല. എന്നോടും പുള്ളി സംസാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയായി കാണുന്നതിനേക്കാൾ നഴ്സിന്റെ യൂണിഫോം ധരിച്ച അഭിമാനത്തോടെ ജോലി ചെയ്യുന്ന തുളസിയാ എനിക്ക് കാണേണ്ടത്. ജിതിൻ അവളുടെ കയ്യിൽ നിന്ന് തോർത്തു വാങ്ങി കുളിമുറിയിലേക്ക് നടന്നു. പ്രമോദ് വന്നതും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം ദേവമോൾ പെട്ടെന്ന് മറന്നു. ജിതിൻ അങ്കിൾ ഒരു സൂപ്പർ ഹീറോ ആണെന്നും അങ്കിളുള്ളപ്പോൾ ആരെയും പേടിക്കേണ്ടെന്നുമുള്ള തിരിച്ചറിവ് ഉറങ്ങും മുമ്പ് അവളത് പലതവണ പറഞ്ഞു. തുളസി ഡോക്ടർ കുരുവിളെ വിളിച്ച് നടന്നൊക്കെ വിവരിച്ചു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഇല്ലെങ്കിൽ പ്രമോദിന്റെ പാർട്ടിയിലെ ഒരു നേതാവ് നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. ഞാൻ അയാളൊന്ന് കാണട്ടെ. അതുപോലെ രാവിലെ നീ ജിതിൻ്റെ കൂടെ ഇങ്ങോട്ട് വാ. നമുക്ക് SP ഓഫീസിലൊന്ന് പോകണം. ഇനി അവന്റെ ശല്യം ഉണ്ടാവരുത്. ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ എന്നാൽ അങ്കിളിന് വേണ്ടി വരാം. ഇത്രയും നാൾ ആ സ്വത്ത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് വേണ്ട. ഗവൺമെന്റ് ഏറ്റെടുത്താലും അവർക്ക് കിട്ടിയത് അതുപോലെ എനിക്കും മോൾക്കും വേണ്ട. ഗുഡ്. ജിതിനെവിടെയാ? മോളുടെ കൂടെ കളിക്കുക. അവന് ഭരിക്കണ്ടോ? കുറച്ച്. എന്തായാലും നിങ്ങൾ സംസാരിക്കാം. നീ വെച്ചു. കോൾ കട്ട് ചെയ്ത് അവൾ അകത്തേക്ക് നടന്നു. ബെഡിൽ ജിതിന്റെ നെഞ്ചിൽ കയറിയിരിക്കുകയാണ് ദേവുമോള്. അങ്കിളുടെ ഏട്ടന് മക്കളുണ്ടോ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ തുളസി മുറിയിൽ പ്രവേശിക്കാതെ പുറത്തുനിന്നു. ഇല്ല, അങ്കിളായിരുന്നു ഏട്ടന്റെ കുഞ്ഞ്. പിന്നെന്താ അങ്കിളോട് മിണ്ടാത്തേ? അതോ, ഞാനൊരു തെറ്റ് ചെയ്തു. വലിയ തെറ്റ്. അതുകൊണ്ടാ. എന്ത് തെറ്റ്? അത് ഇപ്പൊ പറഞ്ഞാലേ മോൾക്ക് മനസ്സിലാകില്ല. കള്ളം. അങ്കിള് പാവ, ഒരു തെറ്റും ചെയ്യില്ല. ഞാൻ അങ്കിളുടെ ഏട്ടനെ കാണട്ടെ. പെണങ്ങിയതിന് നല്ല വഴക്കൊടുക്കും. നോയിക്കോ. എനിക്ക് മോളുണ്ടല്ലോ, അത് മതി. നമ്മൾ എപ്പോഴും അങ്കിളെ ടൂര് പോകുന്നേ? അടുത്ത ആഴ്ച ഡോക്ടറെ കണ്ടിട്ട് പോകാവേ. സത്യം? സത്യം. അവൻ ദേവുവിനെ നെഞ്ചിലേക്ക് അമഴ്ത്തി കിടത്തി. കുറച്ചേറെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ തുളസി എത്തി നോക്കി. രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് സതീഷിന് ഓർമ്മ വന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് മരിച്ചുപോയ ഭാര്യയെ ഓർത്ത് കരയുന്ന സതീഷ്. 9 വർഷത്തെ പ്രണയാരും തുളസി. ഞാനും അവളും തമ്മിൽ. എൻ്റെ കൂടെ വന്നതിന് അവൾ മരിച്ചെന്ന് വീട്ടുകാർ കണക്കാക്കി. അവൾക്കൊരു കുറവ് വരുത്താതെ ഞാൻ നോക്കിയത്. പക്ഷെ ആ സന്തോഷം അധികാരം നിന്നില്ല. എന്നെ തനിച്ചാക്കി അവൾ പോയി. സതീഷ് കുഞ്ഞിനെ തുളസിക്ക് നൽകി. ക്രൂരതയാണെന്നറിയാം, പക്ഷെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല. മോള് കുറച്ച് വലുതാകുന്നവരെ നീ കൂടെ നിൽക്കുക. അതിനുശേഷം പോയിക്കോ. നിന്റെ ലൈഫ് നീ നശിപ്പിക്കണ്ട. ഞാനിങ്ങ് പോകുന്നില്ല സതീഷ് ഏട്ടാ. തുളസി കുഞ്ഞിനെ ഉമ്മ വെച്ചു. അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം നടന്ന വിവാഹമാണിത്. എനിക്ക് വേറെ വഴിയിലായിരുന്നു. പക്ഷെ ഞാനിന്ന് നിങ്ങളുടെ ഭാര്യയാണ്. എനിക്ക് ആ പദവി തരണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ആയിരിക്കണം. അത് മാത്രം മതി. മോൾക്ക് ഞാൻ നല്ലൊരു അമ്മയാവാൻ ശ്രമിക്കാം. എനിക്കിനി ഒരു ജീവിതം വേറെ ഇല്ല. സതീഷ് തൻ്റെ പ്രണയിനിയുടെ അടുത്തേക്ക് യാത്രയായി. അവന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് താൻ ദേവുവിന് വേണ്ടി ഇത്രയും കാലമായി ജീവിക്കുന്നു. ഇപ്പം ഇതാ അവൾ അതിലേറ്റ് സ്നേഹിക്കുന്ന മറ്റൊരാളുടെ നെഞ്ചിൻ്റെ ചൂട് പറ്റി അവൾ ഉറങ്ങുന്നു. തുളസി അടുക്കളയിലേക്ക് നടന്നു. പാത്രങ്ങൾ കഴുകി വെക്കുമ്പോഴാണ് ജിതിൻ അങ്ങോട്ട് വന്ന്. നീ ഉറങ്ങിയില്ലേ? അവൻ കണ്ണു തിരുമ്പി ചോദിച്ചു. ഇല്ല, കിടക്കാൻ പോവാ. ഞാനൊന്ന് മയങ്ങിപ്പോയി. മേലനങ്ങി എൻ്റെ ക്ഷീണം. ഞാൻ കണ്ട്. ഉറങ്ങിക്കോ മോളെ. ഞാൻ ഇപ്പോഴത്തെ മുറിയിലേക്ക് കിടത്താം. വേണ്ട, ഇന്നവൾ എൻ്റെ കൂടെ ഉറങ്ങട്ടെ. ജിതിനേട്ടാ, നാളെ ഡോക്ടറെ കൂടി ചെല്ലാൻ പറഞ്ഞു. പോവാം. മറ്റന്നാൾ ജിതിനേട്ട് ലീവ് എടുക്കാൻ പറ്റുമോ? എന്തേ? എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. RLB ഹോസ്പിറ്റലിലാണ്. കുരുവിളങ്ങൾ പറഞ്ഞ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല. നീ തനിച്ചു പോവോ? അത് കുഴപ്പമില്ല. ജിതിൻ കുറച്ചു നേരം ആലോചിച്ചു. പണിയുണ്ടാക്കാം, ഇപ്പോൾ പോയി കിടന്നുറങ്ങും. അവൻ മുറിയിലേക്ക് തിരിച്ചിടന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം അവധിയായതിനാൽ മുറ്റത്തിരുന്ന് മോളുടെ കൂടെ കളിക്കായിരുന്നു ജിതിൻ. തുളസി വീട് വൃത്തിയാക്കുന്നു. ഏതോ വാഹനത്തിന്റെ ശബ്ദം കേട്ട് അവൻ തലയുയർത്തി നോക്കി. പരിചിതമായൊരു കാർ. അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതോടെ നടുക്കം പൂർത്തിയായി. ജയദേവനായിരുന്നു അത്. ഏട്ടൻ? അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ജയദേവൻ മുറ്റത്തേക്ക് കയറി വന്നു. അയാൾ ആ ക്ഷീണിച്ച പോലെ അവന് തോന്നി. അവൻ എഴുന്നേറ്റു. കൂടെ ദേവമോളും. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അയാൾ പതർച്ചയോടെ ചോദിച്ചു. ജിതിൻ തലയാട്ടി. പിന്നെ മോളെടുത്ത് അകത്ത് കയറി. പിന്നാലെ ജയദേവന്. വീടൊന്ന് ആകമാനം നോക്കിയ ശേഷം ജയദേവൻ കസേരയിലേക്ക് ഇരുന്നു. ദേവമോൾ ഓടിപ്പോയി തുളസിയെ വിളിച്ചുകൊണ്ട് വന്നു.
അവൾ കുഞ്ഞിനെയും പിടിച്ച് ഹാളിൽ നിന്ന് അടുക്കളയിലേക്കുള്ള വാതിൽക്കൽ നിന്നതേയുള്ളൂ. വീട് കണ്ടെത്താൻ കുറച്ച് പാടുവിട്ടു. അയാൾ കർച്ചീഫ് എടുത്ത് മുഖത്തെ വിയർപ്പുടച്ചുകൊണ്ട് പറഞ്ഞു. ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ശരീരവും മനസ്സൊക്കെ ഒരുപോലെ വയ്യാതായി. ജിതിൻ മിണ്ടിയില്ല. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരാൾ ഓടക്കുഴൽ വിൽക്കുന്നുണ്ട്. പണ്ടമ്പലത്തിലെ ഉത്സവത്തിന് ചന്തയിൽ നിന്ന് ഓടക്കുഴലിന് വേണ്ടി നീ വാശി പിടിച്ച് കരഞ്ഞത് ഓർമ്മ വന്നു. അന്ന് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചില്ലറ കൊണ്ട് നിനക്കത് വാങ്ങിത്തന്നു. വിൽക്കുന്നയാൾ ഓടക്കുഴലിൽ പാട്ട് വായിക്കുന്ന കണ്ടിട്ടാണ് നീ വാങ്ങിയത്. പക്ഷേ വീട്ടിലെത്തി ഊതിയപ്പോൾ അതിൽ നിന്ന് കാറ്റ് മാത്രമേ വന്നുള്ളൂ. ജയദേവൻ ചിരിച്ചു. അന്ന് അച്ഛൻ എന്നെ കുറേ ശാസിച്ചു. അനിയനാണെങ്കിൽ അവന് ഉപകാരപ്പെടുന്ന മാത്രമേ ചെയ്യാവൂ എന്ന് അച്ഛൻ പറഞ്ഞത്. പക്ഷേ നിനക്ക് വേണ്ടി വിട്ടുതരുന്നായിരുന്നു എൻ്റെ സന്തോഷം. ബിസിനസ് പൊളിഞ്ഞ് കടം കയറി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ചോദ്യം നിന്നെ എങ്ങനെ വളർത്തുന്ന. നിനക്ക് ഞാനല്ലേ ഉള്ളൂ. ആ ചിന്തയാണ് എനിക്ക് പൊരുതാൻ ശക്തി തന്നു. എനിക്ക് എല്ലാ ഏട്ടന്മാരെയും പോലെ കൊഞ്ചിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. അത് വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. ചിലപ്പോൾ അതാവാം നീ മറ്റൊരു ലോകത്തേക്ക് മാറിയത്. പണ്ട് കടക്കാർ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അച്ഛൻ ഉറങ്ങാൻ വേണ്ടി കുടിക്കുമായിരുന്നു. നിനക്ക് ഓർമ്മ കാണില്ല. അന്ന് വെറുത്തതാ ഞാൻ മദ്യത്തിൻ്റെ നാറ്റം. നീയോ തുടങ്ങി നിറഞ്ഞപ്പോൾ സഹിച്ചില്ല. നീ തെറ്റീതാ ശാസിക്കാനും നിയന്ത്രിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷെ ഒരുത്തിയുടെ വാക്ക് കേട്ട് നിന്നെ ഞാൻ അവിശ്വസിച്ചു, തല്ലി ഇറക്കി വിട്ടു. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു വൃത്തികെട്ടനായത് ഞാൻ കാരണം. ആ തെറ്റിന് എന്ത് ശിക്ഷ കിട്ടിയാലും മതിയാവില്ല. ജിതിൻ പകച്ചു നിൽക്കവേ ജയദേവൻ അടുത്തു വന്നു. നിന്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത എന്നെക്കാൾ നിന്നെ സ്നേഹിച്ച അവൾ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയടാ മോനെ. ബാപ്പു കരഞ്ഞുകൊണ്ട് ജയദേവൻ അവന്റെ കാലിലേക്ക് വീണു. ഏയ് ഏട്ട നീ കാണിക്കുന്നത്. അവനെ ആളെ പിടിച്ചു. ക്ഷമിക്കടാ. അതിന് കഴിയില്ലെങ്കിൽ നീ എന്നെ തല്ലിക്കോ. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലായിട്ടല്ല. പക്ഷെ നിന്നോട് മാപ്പ് പറയാതെ ചത്ത ആത്മാവിന് ഗതിയിട്ടില്ല. അതാ വന്ന്. ജിതിനയാളെ സോഫയിൽ ഇരുത്തി. മരിച്ച് തലക്ക് മുകളിൽ നിൽക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ശാപം എന്നെ വിട്ടു പോയില്ല. ഒരൊറ്റ തവണ പോലും നിന്നെ ഞാൻ കേട്ടില്ലല്ലോടാ. ജയദേവൻ തലമുടി പിടിച്ച് വലിച്ചുകൊണ്ട് കരയുകയാണ്. തുളസി മോളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. അവൾ എന്നെ വഞ്ചിച്ചതിലല്ല സങ്കടം, നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചില്ല. ഏയ് സാറിലേട്ടാ, അത് വിട്. ഏട്ടനിങ്ങനെ എൻ്റെ മുമ്പിൽ ചെറുതാവില്ലേ പ്ലീസ്. ജിതിന് യാചിച്ചു. എനിക്ക് ഏട്ടനോട് യാതൊരു ദേഷ്യമില്ല. എന്തിന്? ഏടത്തിയോട് പോലുമില്ല. ഏട്ടത്തി. ജയദേവൻ നിന്നയോട് ചിരിച്ചു. നിന്നെ അവിശ്വസിക്കുന്ന രീതിയിൽ എൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെക്കണമെങ്കിൽ അവള് പിശാചി തന്നെയാ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം അറിയാൻ ശ്രമിക്കാത്ത ഞാൻ ആ മഹാഭാവി. അതൊക്കെ കഴിഞ്ഞില്ലേട്ടാ, വിട്ടേക്ക്. എങ്ങനെ കഴിയാൻ? തുളസി എന്നോട് നടന്നൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ നിന്നുള്ള വെറുപ്പും കൊണ്ട് ജീവിച്ചേനെ. തുളസിയോ? ജിതിൻ ഞെട്ടി. അതെ, കുറച്ചു നാൾ മുമ്പ് അവൾ എന്നെ കാണാൻ വന്നിരുന്നു. നീ പറഞ്ഞു വിട്ടാണെന്ന് കരുതി ഞാൻ കുറെ ദേഷ്യപ്പെട്ടു, ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചു. പക്ഷേ നടന്നൊക്കെ വിവരിച്ചിട്ടാ അവളിവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ അന്വേഷിച്ചു, ഒടുക്കം സത്യമെല്ലാം ബോധ്യപ്പെട്ടു. തുളസി ഒരു ഗ്ലാസ് ജ്യൂസുമായി അവിടേക്ക് എത്തി. കുടിക്ക്. അവൾ പുഞ്ചിരിച്ചു. ജയദേവൻ ഗ്ലാസ് വാങ്ങി കുടിച്ചു. ഞാൻ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കട്ടെ? ഏയ് ഒന്നും വേണ്ട മോളെ. അയാൾ ജിതിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. തെറ്റുകൾ തിരുത്താൻ ഒരു അവസരം കൂടി ഞാൻ ചോദിക്കില്ല, കാരണം ഞാനത് അർഹിക്കുന്നില്ല. എന്തെങ്കിലും എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് വീട്ടിലേക്ക് വരാം. അത് നിന്റെ വീടാണ്. ഏയ് അത് വേണ്ട ഏട്ടാ. വേണം. അവിടെ വേറെ ആരുമില്ല. അപ്പം ഏടത്തി അവളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പം എല്ലാവർക്കും സത്യങ്ങൾ അറിയാം. വേണ്ടായിരുന്നു ഏട്ടാ. ജിതിന് സങ്കടപ്പെട്ടു. ഏടത്തിക്ക് ഒരു തെറ്റുപറ്റിയതാവും. മനുഷ്യരല്ലേ, ഏട്ടന് ക്ഷമിക്കായിരുന്നു. ഭാര്യയുടെ അവീതം ക്ഷമിക്കാൻ മാത്രം നല്ലവനൊന്നുമല്ല ഞാൻ പോരാന്ന് തോന്നുകയാണെങ്കിൽ അന്തസ്സായിട്ട് വേർപിരിയണം. കൂടെ നിന്ന് പുറകിന്ന് കുത്തരുത്. എന്നെ ചതിച്ചതിനേക്കാൾ വേദന നിന്നോട് കാണിച്ച ക്രൂരത ഓർത്ത. അതിനവൾക്ക് മാപ്പില്ല. അയാൾ എഴുന്നേറ്റ് തുളസിയുടെ പുറകിൽ നിൽക്കാനും ദൈവമോളെ കൈകാട്ടി വിളിച്ചു. ഒന്നും അടിച്ചെങ്കിൽ അവൾ പതിയാളുടെ അടുത്തേക്ക് ചെന്നു. മോൾക്ക് ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, സോറി. എനിക്കൊന്നും വേണ്ട, അങ്കിളിനോട് വേണ്ടിയല്ലോ, എനിക്കകത്ത് മതി. ജയദേവൻ ജിതിന്റെ നേരെ തിരിഞ്ഞു. ഈ കുഞ്ഞിനുള്ള സ്നേഹം പോലും ഞാൻ നിന്നോട് കാണിച്ചില്ലല്ലോ മോനെ. കണ്ണുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന അയാൾ നോക്കി നിൽക്കാനേ ജിതിന് കഴിഞ്ഞുള്ളൂ. ആ മനുഷ്യന്റെ സൗകര്യ ജീവിതം തകർത്തുപ്പോ നിനക്ക് സമാധാനം എവിടെ? അടങ്ങാത്ത കോപത്തോടെ ജിതിൻ തുളസിയോട് അലറി. എന്ത് ദ്രോഹം ഞാൻ ചെയ്ത്? എന്റെ നിലവാരത്വം തെളിയിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ? എന്റെ സ്വകാര്യത്തിൽ കൈകടത്താൻ നീ ആരടി? ദേവമോൾ പേടിയോട് രണ്ടാളെയും മാറി മാറി നോക്കി. ഇനി പഴയ ചീത്ത പേര് മാറിയിട്ട് എനിക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് തന്നെയാ ഒതുങ്ങി കഴിഞ്ഞ്. നീ ചെയ്ത് പണ്ടേ ഡോക്ടർ സാറ് ചെയ്യാനൊരുങ്ങിയ. ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതേത് തടയായിരുന്നോ?
എല്ലാം അറിഞ്ഞിട്ട് ഏട്ടന്റെ മനസ്സമാനം കൂടി നീ എന്തിനാണ് ഇല്ലാതാക്കിയത്? ഇച്ചിരി അലിവ് കാട്ടിയെന്ന് കരുതി എന്റെ തലയിൽ കയറിയത്. തുളസി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പതിയെ മോളെയും എടുത്ത് റൂമിലേക്ക് കയറി. ജിതിൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞു പോയി. രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് അവൻ തിരിച്ചെത്തിയത്. ദേവമോൾ 2 കൈകളിലും താടിയൂന്നി അവിടെ ഇരിക്കുന്നുണ്ട്. മോള് കഴിച്ചോ? അവൾ തലയാട്ടി. അമ്മയുടെ കിടക്കുക. എന്തിനാങ്കിലും അമ്മയെ വഴക്ക് പറഞ്ഞ് അമ്മ കുറെ കരഞ്ഞു കേട്ടോ. അവൾ പരിഭവിച്ചു. അത് സോറി, അങ്ങനെ ദേഷ്യം വന്നിട്ടാ. ഞാൻ അമ്മയോട് സോറി പറയാം, പോരെ? ദേവ് മിണ്ടിയില്ല. ജിതിൻ കയ്യിൽ നിന്ന് ഐസ്ക്രീം അവൾ കൊടുത്തു. മോളിത് കഴിക്കും, ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം, എന്നിട്ട് കഥ പറഞ്ഞുതരാം കേട്ടോ. ഐസ്ക്രീം കിട്ടിയതോടെ ദേവുവിന്റെ പിണക്കം മാറി. ജിതിൻ റൂമിൽ ചെന്നു. തുളസി ചുമര് നേരെ തിരിഞ്ഞിടക്കുകയാണ്. ലൈറ്റ് ഇട്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. തുളസി സോറി, ഞാൻ അത്താഴത്ത് വെക്കാം. അവൾ എഴുന്നേറ്റ് പോകാൻ ഭാവിച്ചപ്പോൾ ജിതിൻ ആ കയ്യിൽ പിടിച്ചു. എനിക്കല്പം സംസാരിക്കാനുണ്ട്. അവൻ ബലം പ്രയോഗിച്ച് അവളെ കട്ടിലിരുത്തി. പിന്നെ അടുത്തിരുന്നു. എൻ്റെ വാക്കുകൾ കടത്തുപോയെന്നറിയാം. പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോയി. ഏട്ടൻ്റെ അവസ്ഥ ഓർത്തപ്പോ ഒന്ന് നിർത്താമോ? തുളസി ഇടയിൽ കയറി പറഞ്ഞു. ഏട്ടൻ്റെ അവസ്ഥ, ഏട്ടൻ്റെ ജീവിതം, ഏട്ടൻ്റെ സമാധാനം. നിങ്ങൾ ഇങ്ങനെ നന്മവരാവരുത്. ആരും അവാർഡും തരാൻ പോകുന്നില്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചോട് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ആർക്ക് വേണ്ടി ഇങ്ങനെ സ്വയം നശിക്കുന്നത്? ഏട്ടനോടുള്ള സ്നേഹം കാണിക്കേണ്ട ഇങ്ങനെയല്ല. ചതിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തെ അറിയിക്കണം. ആ സ്ത്രീയുടെ മുമ്പിൽ ഒരു കോമാളി അദ്ദേഹം ജീവിക്കുമ്പോൾ അനിയൻ ചെയ്യാത്തതിനുള്ള ശിക്ഷ സ്വയം വിധിച്ച് ഇവിടെ. ആഹാ, തുളസി പരിഹസിച്ചു. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവളെന്ന് പണ്ട് എന്നെ കളിയാക്കിയതല്ലേ? ശരിക്കും നിങ്ങളാ ഒളിച്ചോടിയത്. നാട്ടുകാരുടെ കാര്യം പോട്ടെ, ഏട്ടനെങ്കിലും സത്യം അറിയണമായിരുന്നു. ചെയ്തോ? പകരം കുടിച്ചു മരിക്കാറായി. ആർക്ക് വേണ്ടി? ഞാൻ നിങ്ങളുടെ ആരുമില്ല. എന്നിട്ട് ഇതിനെ ഇറങ്ങി തിരിച്ച് എന്തിനാണെന്നറിയോ? ഇത്രയും നാൾ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിട്ടും ഒരു മോശമായ നോട്ടം പോലും നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എനിക്കും മോൾക്കും വേണ്ടി നിങ്ങളുടെ ശീലങ്ങളൊക്കെ മാറ്റി ഡോക്ടറെങ്കിൽ പൈസ തന്നിട്ടും അതെടുക്കാതെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എനിക്കറിയാം. ഉറങ്ങുന്ന ദേവമോളെ ഇമച്ചിമാർ നോക്കിയിരിക്കുന്നു. ഇടയ്ക്ക് അവളെ വാത്സല്യത്തോട് ഉമ്മയ്ക്കുന്നല്ല ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിൽ അത്രയ്ക്ക് ഉയരത്തിലാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ഏട്ടനെ തിരിച്ചറിയാൻ തോന്നി. തെറ്റായി പോയി ക്ഷമിച്ചേക്ക്. ആൾക്ക് ഇതച്ചുപോയി. നാളെ ഞാനും മോളും പോയാലും നിങ്ങൾ ഒറ്റപ്പെടരുത്. പഴയ ലൈഫിലേക്ക് പോകരുത്. അത്രയും ഞാൻ ചിന്തിച്ചുള്ളൂ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ സ്നേഹിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഒരിക്കലും മോളോട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടു. ഏട്ടൻ്റെ കൂടെ മീൻ പിടിച്ചു വയൽ വരമ്പിലൂടെ പട്ടം പറത്തിക്കൊണ്ട് ഓടിയാണെന്നും ആദ്യമായി സിനിമക്ക് പോയതല്ല. കൗമാരക്കാരനെ ഏട്ടൻ കൂലിപ്പണിക്ക് പോയി കിട്ടിയ കാശ് വിഷു കൈ നീട്ടായിട്ട് തന്ന കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അന്ന് ഞാൻ ഉറപ്പിച്ചായത്. പിന്നെ കുരുവിളങ്കിലെ പോലെ എന്നെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. വേണി തല്ലിക്കോ, അല്ലെങ്കിൽ എന്നെ മോളെ ഇറക്കി വിട്ടോ, എനിക്കൊരു പ്രശ്നവുമില്ല. പെട്ടെന്ന് ജിതിൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. അവളത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും അവനെ തടഞ്ഞില്ല. കുറച്ചു നേരത്തിന് ശേഷം അവൾ പോലും അറിയാതെ വലതു കൈ അവൻ്റെ മുടിയിഴകളിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. ഒരിക്കലും എനിക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടപ്പിറപ്പുകളെയും വീട്ടുകാരെയൊക്കെ ഞാൻ സ്വന്തം പോലെ സ്നേഹിച്ചതാണ്. പക്ഷേ ഞാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് അവരും വിശ്വസിച്ചു. സത്യം അറിയാൻ ശ്രമിച്ചില്ല. ഏട്ടൻ ചവിട്ടി പുറത്താക്കി എന്നെ മറ്റൊരാൾ വിശ്വസിക്കണം നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അന്ന് തീരുമാനിച്ചു ഇനി മരണം വരെ ഇങ്ങനെ ജീവിക്കണമെന്ന്. അവരെ കുറ്റം പറയാൻ പറ്റില്ല ജിതിനേട്ട. മണ്ടത്തരം കാണിച്ച് നിങ്ങളാ. ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ നായകന്മാരെ അച്ഛൻ്റെ നാളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരത്തൊക്കെ കേട്ടാൽ ചിരിക്കും. മനുഷ്യജീവൻ വാരി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്ന ആംബുലൻസിന്റെ ഡ്രൈവറല്ലേ നിങ്ങൾ? ആ ധൈര്യത്തിന്റെ 100 അംശം വേണ്ടല്ലോ തെറ്റെയ്തില്ലെന്ന് തെളിയിക്കാൻ. ഇത്രയും നാളെ പാവ ഏട്ടൻ കതറിയാതെ ആട്ടം കണ്ടു. അതുകൊണ്ടൊരു ഗുണമുണ്ടായില്ലേ? നിങ്ങളുടെ കൂട്ടുകാരുടെ തനിനിറ പുറത്തു വന്നു. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂടെ നിന്നോ? കറങ്ങാൻ പോകാൻ ഒരുമിച്ച് കുടിക്കാനും മാത്രമേ അവർക്ക് നിങ്ങൾ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഏട്ടനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് അദ്ദേഹം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടാ. കഴിഞ്ഞു ആവശ്യമില്ലാത്ത പാപഭാരം വെറുതെ ചുമക്കണ്ട. അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ചുട്ടുപഴുത്ത കണ്ണുനീർത്തുള്ളികൾ മടിയിലേക്ക് വീഴുന്ന തുളസി അറിഞ്ഞു. അതോടെ അവൾ സംസാരം നിർത്തി അവന്റെ ശിരസിൽ തലോടൽ തുറന്നു. തങ്ങൾക്കിടയിലെ ബന്ധം എന്താണെന്ന് അപ്പോഴും അവർക്ക് അറിയില്ലായിരുന്നു. രാവിലെ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങിയെന്ന് ചിരി. തുളസി അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. ഡ്രസ്സ് മാറിയ ശേഷം അവൻ തുളസിയുടെ മുറിയിൽ ചെന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോകും മുമ്പ് ദേവമോൾക്കൊരു ഉമ്മ കൊടുക്കുന്ന പതിവുണ്ട്. തലേന്ന് രാത്രി കഥകൾ പറഞ്ഞു കൊടുത്ത് അവൾ ഉറക്കിയ ശേഷം തുളസിയുടെ റൂമിലേക്ക് എടുത്ത് കിടത്തിയതാണ്. കുറെ നാളായി അതാണ് ശീലം. തുളസിക്ക് അതേ ഹോസ്പിറ്റലിൽ ജോലി ശരിയായെങ്കിലും ദേവമോളുടെ കാര്യം എന്ത് ചെയ്യുമെന്ന് കരുതി പോവാതിരുന്നാണ്. ഒടുവിൽ കുരുവിള തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് അവർ വരും. അതിനുശേഷം തുളസിക്ക് ജോലിക്ക് കയറാം. പ്രമോദിന്റെ ശല്യം പിന്നീട് ഉണ്ടായില്ല. കുരുവിളയുടെ ശ്രമം കൊണ്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും അയാളോട് ശത്രുതയുണ്ടായിരുന്ന എതിർ പാർട്ടിക്കാർ ആ അവസരം മുതലെടുത്ത് ആക്രമിച്ചുമെല്ലാം ജിതിന് തുളസി അറിഞ്ഞിരുന്നു. നട്ടിലിന് പരിക്കേറ്റ പ്രമോദ് എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പിലായി. അവർക്ക് ആ വാർത്ത പ്രത്യേകിച്ച് സന്തോഷമൊന്നും നൽകിയില്ല. അവരുടെ സ്വർഗം ആ വീടായിരുന്നു. ഇടയ്ക്കൊരു തവണ കൂടി ജയദേവൻ കാണാൻ വന്നിരുന്നു. ഒരു നാൾ വീട്ടിലേക്ക് വരാമെന്ന് വാക്ക് നൽകിയാണ് ജിതിനെ അയാളെ പറഞ്ഞയച്ചത്. ദൈവമോൾ ഉണർത്താതെ ഒന്ന് ഉമ്മ വെച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും തുളസി ഭക്ഷണം കൊണ്ടുവന്നു. വെള്ളിയാഴ്ചയില്ലേ നീ ഡോക്ടറെ കാണേണ്ടത്?
അവൻ ചോദിച്ചു. അതെ, അതിനുശേഷം നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലോ? തുളസി അവിശ്വസനീയതയോടെ അവനെ നോക്കി. സത്യമാണോ? അതെ, മോള് ഇന്നലെ രാത്രി പറഞ്ഞു എൻ്റെ വീട് കാണണമെന്ന്. ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ, സന്തോഷം. അവൻ ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി. അല്ല, ഏടത്തേക്ക് കാണണ്ടേ? എന്തിന്? ചുമ്മാ നമുക്കൊരു അവാർഡ് കൊടുക്കാന്നേ. അവരെവിടെയെങ്കിലും ജീവിച്ചോട് തുളസി. എൻ്റെ ഒരു സ്നേഹം. ആളൊരു ഇഡ്ഡലി കൂടി അവൻ്റെ പ്ലേറ്റിൽ വെച്ച്. മതി, ഇതുകൂടെ കഴിക്കേ. ഏയ്, വയറ് നിറഞ്ഞു. അവൻ എഴുന്നേറ്റ് കൈ കഴുകി. അപ്പോഴാണ് ദേവമോൾ അങ്ങോട്ട് വന്നു. മുഖത്ത് നല്ല തളർച്ച, ചുണ്ടുകൾ വല്ലാതെ വരണ്ടിരിക്കുന്നു. ചുമരിൽ പിടിച്ച കൈ വിറക്കുന്നുണ്ട്. എന്തു പറ്റി മോളെ? ജിതിൻ വേവലാതിയോടെ ചോദിച്ചു. അവളെന്തോ പറയാനൊരുങ്ങിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. കണ്ണിലെ കൃഷ്ണമണികൾ മുകളിലേക്ക് മറയുന്ന കണ്ടപ്പോൾ ജിതിന് ഒറ്റക്കുതിപ്പിന് അവളെ കോരിയെടുത്തു. മോളെ! അവൻ തുളസിയെ നോക്കി. അവൾ ശീല പോലെ നിൽക്കുകയാണ്. അനിവാര്യമായ ദുരന്ത ആഗതമായെന്നവളുടെ മനസ്സ് മന്ത്രിച്ചു. മിഴിച്ചിക്കാ ഹോസ്പിറ്റലിലേക്ക് വിളിക്കണി! അവൻ ശബ്ദമുയർത്തി. തുളസി ഓടിച്ചെന്ന് ഫോണെടുത്ത് കുരുവിളയെ വിളിച്ച് കാര്യം പറഞ്ഞു. ജിതിൻ കുഞ്ഞിനെ മുറിയിൽ കൊണ്ട് കിടത്തി. മോളെ എഴുന്നേക്ക്, മോളെ! അവൻ കുലുക്കി വിളിച്ചു. ദേവ് കണ്ണുകൾ പാതി തുറന്നു. ആങ്കിളെ, എനിക്ക് വയ്യ. ഒന്നുമില്ലടാ, എന്റെ മോൾക്കൊന്നുമില്ല. ജിതിന്റെ ശബ്ദം കരച്ചിൽ പോലെയായി. മോൾക്ക് കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. അവൾ ബെഡിൽ ഇരുന്ന ടോയ്ക്കാരെടുത്ത് ജിതിന് നീട്ടി. ഇത് അങ്കിള് വെച്ചു. ഇപ്പൊ വേണ്ട, നമുക്ക് ആശുപത്രി പോയി വന്നിട്ട് കളിക്കാട്ടോ. പുറത്ത് ആംബുലൻസിന്റെ സൈറൺ മുഴങ്ങിയതും അവൻ കുഞ്ഞിനെയും എടുത്ത് അങ്ങോട്ട് ഓടി. ഒരു ഫയലും എടുത്ത് തുളസിയും വേഗം പുറത്തിറങ്ങി. ആംബുലൻസ് ഡ്രൈവർ ബാക്ക് ഡോർ വന്ന് കാത്തു നിൽക്കുകയാണ്. ജിതിൻ കുഞ്ഞിനെ അകത്ത് കിടത്തി. തുളസിയും കയറിയതോടെ ആംബുലൻസ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു. മോളെ പേടിക്കണ്ട കേട്ടോ, നമ്മളിപ്പോൾ എത്തും. ജിതിൻ അവിടെ കവളിൽ തട്ടിക്കൊണ്ടിരുന്നു. നമുക്ക് അങ്ങനെ വീട്ടിൽ പോകണ്ടേ? മോള് പറഞ്ഞ പോലെ നമുക്ക് ടൂറ് പോകണ്ടേ? ദേവ് അവന്റെ കയ്യിൽ പിടിച്ചു. പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛാ! ആ വിളിയിൽ ജിതിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അതേ മോളെ, ഞാൻ മോളുടെ അച്ഛനാ. നിനക്കൊന്നുമില്ല കണ്ട. അവൻ കുഞ്ഞിന്റെ മുഖത്ത് പലതവണ ഉമ്മവച്ചു. തുളസി അപ്പോഴും മരവിച്ചിരിക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നേഴ്സായ അവൾക്ക് നന്നായിട്ട് അറിയാം. ജിതിൻ കുഞ്ഞിനോട് നിർത്താതെ ഓരോ സംസാരിക്കുകയാണ്. ആംബുലൻസ് ഹോസ്പിറ്റലിന് മുമ്പിൽ സഡൻ ബ്രേക്കിട്ട് നിന്നു. അറ്റൻഡർമാർ ഓടിയെത്തും മുമ്പ് ജിതിൻ ദേവമോളയും എടുത്ത് അകത്തേക്ക് കുതിച്ചു. കണ്ണു നിറഞ്ഞതിനാൽ അവനെല്ലാം അവ്യക്തമായിരുന്നു. എന്നിട്ടും ഐസിയുവിന്റെ ഗ്ലാസ് ഡോറ് ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറി. നേഴ്സുമാർ മോളെ ഏറ്റുവാങ്ങിയ ഉടനെ ഡോക്ടർ കുരുവിള അവനെ പിടിച്ചു വലിച്ച് പുറത്തെ കസേരയിലിരുത്തി. സാറേ, ഇന്നലെ രാത്രി മര്യാദക്ക് ഭക്ഷണം കഴിച്ചില്ല. അതിന്റെ ക്ഷീണ ഒരു ട്രിപ്പ് കൊടുത്താൽ മാറുമായിരിക്കുമല്ലേ? പെട്ടെന്ന് നോക്ക്, അവൾക്ക് എന്റെ വീട് കാണുമെന്ന് പറഞ്ഞു. എവിടുന്ന് നേരെ അങ്ങോട്ട് പോണേ? ജിതിൻ പുലമ്പിക്കൊണ്ടിരുന്നു. സാറിനറിയോ, അവളെന്നെ ഇന്ന് അച്ഛാന്ന് വിളിച്ചു. എനിക്കിനി യാതൊരു സങ്കടമില്ല. ഒന്നകത്ത് പോയി നോക്ക് സാറേ, എന്റെ മോളെ കൊണ്ടുപോവാ. മോനെ, നീ ഒന്ന് അടങ്ങ്. എല്ലാം അറിയാവുന്നല്ലേ നിനക്ക്? എന്തറിയാന്ന്? നിങ്ങൾക്ക് വട്ട. അവൾക്കൊരു കുഴപ്പമില്ല. ചുമ്മാ കുഞ്ഞിനെ പേടിപ്പിച്ച് വീട്ടിൽ നിർത്തിയിരുത്തി. നീയൊന്ന് പറ തുളസി. മോൾക്ക് അസുഖം മാറിയതൊന്ന് പറ. തുളസി നിസ്സായതോടെ കുരുവിളയെ നോക്കി. മോനെ നീ പറയുന്നൊന്ന് കേൾക്ക്. കുരുവിള അപേക്ഷിച്ചു. ഡോക്ടർ ഹരീഷ് അകത്തുണ്ട്. നല്ല മാത്രം സംഭവിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ജിതിന് ചിത്തഭ്രമം ബാധിച്ച പോലെ എന്തൊക്കെയോ പിറുവിറുത്തുകൊണ്ടിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങിയാണ്. ഓരോ സെക്കൻഡിനും മണിക്കൂറുകളുടെ ദൈർഘ്യമുള്ള പോലെ. തുളസി കുരുവിളയുടെ ചുമലിലേക്ക് തലയായിച്ചിരിക്കുകയാണ്. ഐസിയുവിന്റെ ഡോർ വന്ന് ഡോക്ടർ ഹരീഷ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തുളസിയും കുരുവിളയും ചാടി എണീറ്റു. സോറി സാർ, ഹരീഷ് വിഷമത്തോടെ കുരുവിളയോട് പറഞ്ഞു. തുളസിയുടെ നിലവിളി ഹോസ്പിറ്റലിനെ പിടിച്ചുകുലുക്കി. ജിതിനൊന്നും മനസ്സിലാവാത്ത പോലെ ഹരീഷിനെയും കുരുവിളയെയും നോക്കി. സാറേ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാലുകുഴഞ്ഞ് അവൻ നിലത്തേക്ക് വീണു. കുരുവിള അവനെ പെട്ടെന്ന് താങ്ങി പിടിച്ചു. അവനെ അയാളെ തള്ളി മാറ്റി. ഞാൻ മോളെന്ന് കണ്ടോട്ടെ മോനെ, അവള് പോയടാ. കുരുവിളയുടെ ശബ്ദം വിദൂരതിരുന്ന പോലെ ജിതിൻ കേട്ടു. എന്താ? കുരുവിള അവനെ മാറോട് ചേർത്തു. ദൈവത്തിന്റെ തീരുമാനം മാറ്റാൻ നമുക്ക് കഴിയില്ലല്ലോ, എല്ലാം സഹിക്കണം. അവൻ പുറകിലേക്ക് മാറി. പിന്നെ ഐസിയുവിന്റെ അകത്തേക്ക് കയറി. അവനെ തടയാൻ എല്ലാവർക്കും ഭയമായിരുന്നു. അകത്ത് ബെഡിൽ ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ് ദേവമോൾ. ജിതിൻ അവിടെ അരികിലിരുന്നു. മോളെ, എത്ര നേരമായി മോളെ ഉറങ്ങുന്നു? വാ, നമുക്ക് പോണ്ടേ? നീ എണീക്ക്. അവൻ ദേവുവിന്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ഒറ്റക്കുള്ള ജീവിതം ആസ്വദിച്ച് കഴിയായിരുന്നു ഞാൻ. അവിടെയൊക്കെ പ്രതീക്ഷിക്കാതെ മോള് വന്നു. അതിനുശേഷം എന്റെ ആകെയുള്ള സന്തോഷം നീയായിരുന്നില്ലേ മോള്? എന്നിട്ടിപ്പ എന്നെ വീണ്ടും
വീണ്ടും തനിച്ചാക്കി പോവാണ്. എനിക്കറിയാം എന്നെ പറ്റിക്കാനല്ലേ കണ്ണടിച്ച് കിടക്കുന്നത്. മതി, എണീക്ക്. ഞാൻ തോറ്റു. പോരെ, അച്ഛൻ തോറ്റു. എണീക്കുമ്പോൾ അച്ഛൻ എന്നെ വിളിക്കുന്നത്. അവിടെ നിന്നിരുന്ന നേഴ്സുമാർ പോലും കരഞ്ഞുപോയ നിമിഷമായിരുന്നു അത്. മോളെ, എന്നെ നോക്കിയിട്ട് ഒരിക്കൽ കൂടി അച്ഛനെന്ന് വിളിക്കൂ മോളെ. കേൾക്ക കൊതിയായിട്ട്. ജിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവമോളുടെ മേലേക്ക് വീണു. കുരുവിളയിൽ 2 അറ്റൻഡർമാരും വളരെ പണിപ്പെട്ടാണ് അവനെ പുറത്തേക്ക് കൊണ്ടുപോയത്. ബോധരഹിതയായ വീണ തുളസിയെ ഇതിനകം മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു. താനേതോ കൊക്കിലേക്ക് വീഴുന്ന സ്വപ്നം കണ്ട് ജിതൻ ഞെട്ടിയൊന്ന് ചുറ്റും നോക്കി. ജയദേവൻ അടുത്തിരിപ്പുണ്ടായിരുന്നു. ഏട്ടനെങ്ങനെ ഇവിടെ? പറയാം, നീ കിടന്നോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ജയദേവൻ അവനെ പരം പ്രയോഗിച്ച് കിടത്തി. നിനക്ക് ആ കുഞ്ഞ് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാവും. അവളിനി ഇല്ലടാ. ദൈവം വിളിച്ചു പോയി. ഭ്രാന്തി പിടിച്ച പോലെ നീ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ആ സെഡേഷൻ തന്ന് ഉറക്കിയത്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇനി തുളസിയെ ആശ്വസിപ്പിക്കേണ്ട നീയാ. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ശാപമുണ്ട്. എല്ലാം ഉള്ളിലൊതുക്കണം. കരച്ചിൽ പോലും എത്ര വിങ്ങിപ്പൊട്ടിയാലും അത് പുറത്തിയാളരുത്. അതെന്തിനാണെന്നറിയോ? നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കൂടെയുള്ളവർ തളരാതിരിക്കാൻ വേണ്ടി. കുരുവിള അങ്ങോട്ട് വന്നു. ജയ, ഇനിയുള്ള കാര്യം ഇപ്പൊ തന്നെ വൈകില്ലേ ഡോക്ടറെ? മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവൾ അനാഥയൊന്നുമില്ല. ജന്മം കൊണ്ടല്ലെങ്കിലും ഇവന്റെ കുഞ്ഞാ. ജയദേവന്റെ സ്വരം ഉറച്ചതായിരുന്നു. രാത്രി 7 മണിയോടെ ആംബുലൻസിൽ തന്നെ ദേവമോളുടെ ശരീരം ജിതിന്റെയും ജയദേവന്റെയും വീട്ടിലെത്തിച്ചു. തുളസിയെ ചേർത്ത് പിടിച്ച് കുരുവിളയും കൂടെ ഉണ്ടായിരുന്നു. ഈ മാവി കൊമ്പില് പണ്ട് ഏട്ടനിക്കൊരു ഊഞ്ഞാലെട്ടി തരായിരുന്നു സാറേ. ജിതിൻ ഇരുട്ടിലേക്ക് അയച്ചുകൊണ്ടി. ഇന്നലെ രാത്രി ഞാൻ അതൊക്കെ പറഞ്ഞപ്പോ ഇവിടെ വന്ന് ഊഞ്ഞാലാടണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചത് എൻ്റെ മോള്. എന്നിട്ടിപ്പോ അന്നത് ഇങ്ങനെ. അവൻ വിതുമ്പി. ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും അവളെ തിരികെ കൊണ്ടുവരാൻ ഞാൻ സാറിന് എന്താ തരേണ്ടത്? എന്റെ ജീവ മതിയോ സാർ? എടുത്തോ. അവനെ ആശ്വസിപ്പിക്കാൻ ആർക്കും വാക്കുകളുണ്ടായിരുന്നില്ല. പ്രകൃതി പോലും അവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന പോലെ മൂകമായിരുന്നു. അങ്ങനെ വീടിന്റെ തെക്കേ പറമ്പിൽ മുത്തശ്ശിയുടെ കല്ലറക്കരികിൽ ജിതിന്റെയും തുളസിയുടെയും കുഞ്ഞു മാലാഖയ്ക്ക് ഉറങ്ങാൻ ഇടമൊരുങ്ങി. എല്ലാ അന്തിമ കർമ്മങ്ങൾക്കും ഒടുവിൽ ദേവനെ അടക്കം ചെയ്തിടത്തേക്ക് നോക്കിയിരിക്കുകയാണ് ജിതിൻ. നേരം പുലരാറായി. ജയദേവൻ അങ്ങോട്ട് വന്നു. മതിയടാ, എഴുന്നേക്ക്. അവൻ അനങ്ങിയില്ല. 40ഓളം ആളുകളെ ആയിട്ടാ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കാത്ത സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച്. എനിക്കെന്റെ മോളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ജയദേവൻ അവന്റെ അരികിലിരുന്നു. ഒരാളുടെ ആയുസ് നിശ്ചയിക്കുന്ന ഈശ്വര, അതിനെ മറികടക്കാൻ ആർക്കും പറ്റില്ല. ദൈവമോൾക്ക് എന്ത് സംഭവിക്കുന്ന ആദ്യമേ എല്ലാവർക്കും അറിയാവുന്നല്ലേ. നീ ആ നേരിടാൻ മാനസികമായി തയ്യാറെടുത്തില്ല. മരണം കൊണ്ടുപോകാവുന്ന നേരത്തെ അവസാനമായിട്ട് അവൾ നിന്നെ അച്ചാന്ന് വിളിച്ചില്ലേ? അതിനർത്ഥം നിനക്ക് ആ സ്ഥാനം അവൾ തന്നിരുന്നു എന്നാ. നീ വിഷമിച്ചിരിക്കുന്ന അവൾക്ക് സഹിക്കോടാ. വാ, ചെന്ന് തുളസിയെ ആശ്വസിപ്പിക്ക്. അവൾക്കിനി നീ മാത്രമേ ഉള്ളൂ. അയാൾ ജിതിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് വീണു നേരെ കൊണ്ടുപോയി. 5 വർഷങ്ങൾക്ക് ശേഷം ഉമ്മരത്തിൽ നിന്ന് പത്രം വായിക്കാണ് ജയദേവൻ. ഏട്ടന് കഴിക്കാനുള്ള എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ മെഡിസിനും. തുളസി ധൃതിയിൽ അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നിനക്കിന്ന് ഡ്യൂട്ടി ഉണ്ടോ? അയാൾ പത്രം മടക്കി വെച്ച്. ഉണ്ട്, ഉച്ചയ്ക്ക് വരാം. അവനോട്? മോളുടെ അടുത്തുണ്ട്. തുളസി മുറ്റിത്തിറങ്ങി സ്കൂട്ടിയിൽ കയറി ഹെൽമെറ്റ് ധരിച്ചു. വില്ലേജ് ഓഫീസർ വയ്യാത്തോണ്ടാ ലീവ് എടുത്തെന്ന ബോധം വേണം. അടുക്കളയിൽ കയറിപ്പോരുത്, കേട്ടല്ലോ? നീ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? തുളസി പുഞ്ചിരിച്ചുകൊണ്ട് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ടെടുത്തു. ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ജയദേവന്റെ മനസ്സിൽ സിനിമ പോലെ ഓടിയെത്തി. കാലം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അനിയനെ അടിച്ചു പുറത്താക്കി. അവൻ മരിച്ചെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. അവനെല്ലാം ഏറ്റ് സ്വന്തം വിധിയെ സ്വീകരിച്ച് കഴിഞ്ഞുകൂടി. അവിചാരിതമായി അവനിലേക്ക് കടന്നു വന്ന തുളസിയും മോളും. കൈവിട്ടു പോയതെല്ലാം അവൻ വീണ്ടെടുത്തു തുടങ്ങിയ സമയത്ത് മോളുടെ അപ്രതീക്ഷിതമായ വേർപാട്. ആ വേദനയിൽ നിന്നും മറികടക്കാനുള്ള ശ്രമം. ഒടുക്കം ഒരുപാട് അനുഭവിച്ച് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു. ഇന്ന് തുളസി ജിതിൻ ആഗ്രഹിച്ച പോലെ നേഴ്സാണ്. ജയദേവൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. അയാൾ ഇന്ന് ഒത്തിരി സന്തോഷവാനാണ്. ഏതോ നാട്ടിൽ കാമുകൻ അമീറിന്റെ കൂടെ ജീവിക്കുന്ന വിജയെ അയാൾ ഓർക്കാറ് പോലുമില്ല. ഏട്ടനെ പോലെ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന അനിയനും അനിയന്റെ ഭാര്യയും കൂടെയുള്ളതിനാൽ മറ്റൊന്നും അയാൾ അലട്ടിയില്ല. അവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം. തെക്കേ പറമ്പിൽ 2 അസ്ഥിത്തറകളും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൽ ദേവമോളുടേതിന് മുന്നിൽ നിൽക്കുകയാണ് ജിതിൻ. അവന്റെ കയ്യിൽ 2 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞ്, ദേവപ്രിയ, അവന്റെയും തുളസിയുടെയും മകൾ. ജയദേവൻ അവന്റെ അടുത്ത് നിന്ന് കുഞ്ഞിനെടുത്തു. ആഹാ, വല്യപ്പച്ചന്റെ പൊന്നുമോൾ ഇവിടെയായിരുന്നോ? ഹാപ്പി ബർത്ത്ഡേ. അയാൾ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഉമ്മ വെച്ചു. പിന്നെ ജിതിനെ നോക്കി. മതിയടാ, വാ പോവാം. ജിതിന് ചിരിച്ചു.
അവളിന്നും കൂടെ തന്നെ ഉണ്ട് ഏട്ടാ. അല്ലെങ്കിൽ അവളുടെയും മോളുടെയും പിറന്നാൾ ഒരേ ദിവസമാവോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവളുടെ പുനർജന്മാണിതെന്നാ. അറിയാം. ജയദേവൻ മന്ദാസിച്ചു. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നീയും തുളസി ഇവളെ ദൈവമെന്ന് വിളിച്ച്. അങ്ങനെ തന്നെ വിശ്വസിക്കാൻ എനിക്കും ഇഷ്ടം. നിന്റെ സ്നേഹം അനുഭവിച്ച് കൊതി തീരാതെ ദേവമോള് വീണ്ടും ജനിച്ചതാവും. എന്തായാലും ഇന്ന് ദേവുവിൻ്റെ പിറന്നാളല്ലേ, നമുക്ക് ആഘോഷിക്കണം. തുളസി വരുന്നതിന് മുമ്പ് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. വാ. അയാൾ ഒരു കൈകൊണ്ട് ജിതിന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് മുറ്റത്തേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്ന് ജിതിൻ തിരിഞ്ഞു നോക്കി. അവിടെ അസ്ഥി തറക്കുമേലെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ട് ദേവമോൾ ഇരിക്കുന്ന പോലെ അവന് തോന്നി. ഇടയ്ക്ക് അവൾ അവനെ പാളി നോക്കി. പിന്നെ മനോഹരമായി ചിരിച്ചു. ജിതിനൊന്ന് കണ്ണുകൾ ഇറുക്കിയടച്ച് തുറന്നു. ആരുമില്ല. ജയദേവന്റെ ചുമലക്കിടക്കായിരുന്ന കുഞ്ഞാവിന്റെ നേരെ കൈനീട്ടി. ആ കുഞ്ഞു കയ്യിൽ നിറം മങ്ങിയൊരു പഴയ ടോയ് കാർ ഉണ്ടായിരുന്നു. പണ്ട് ഹോസ്പിറ്റൽ മുറിയിൽ വെച്ച് ആദ്യമായി ദേവമോളെ കണ്ടപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന അതേ ടോയ് കാർ. ജിതിന്റെ ഉള്ളിലൊരു കുളിർമ പടർന്നു. അതെ, ദേവമോൾ ഇന്നും കൂടെയുണ്ട്. അവൾക്ക് അങ്ങനെ ഞങ്ങൾ വിട്ടുപോകാൻ പറ്റില്ല. ആ ആശ്വാസത്തോടെ അവൻ ഏട്ടൻ്റെ കൂടെ മുന്നോട്ട് നീങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കരുണ എന്നെ കരയിപ്പിച്ചു. അതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലെ ആ കുട്ടി മരിച്ച സീനൊക്കെ ഭയങ്കരമായിട്ട്, കുട്ടികൾ വെച്ചുള്ള സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി എന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹൃദയം വേദനിച്ചിട്ടാണ് ഡബ് ചെയ്തത്. വളരെ മനോഹരമായിട്ട് തന്നെ കർണൻ എഴുതിയിട്ടുണ്ട്. വളരെ ആസ്വദിച്ച്, അല്ലെങ്കിൽ അതിലറിഞ്ഞിട്ടാണ് ആ പോർഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് റീടേക്ക് എടുക്കേണ്ടി വന്നു. എന്തായാലും താങ്ക് യു കർണൻ, മനോഹരമായി കഥ സമ്മാനിച്ചതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുമായി പങ്കുവെക്കുക. നിങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് അയച്ചിരിക്കുക. താങ്ക് യു.